ഇനിയും യാഥാർത്ഥ്യമാകാതെ ആലുവ അമ്പാട്ടുകാവ് റെയിൽ തുരങ്കപ്പാത 9 വർഷം മുമ്പിട്ട തറക്കല്ല് മാത്രമാണ് ആകെയുള്ള ശേഷിപ്പ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സജീവ ചർച്ചയാകുകയാണ് നിലച്ചുപോയ ആലുവ അമ്പാട്ടുകാവ് റെയിൽ തുരങ്കപ്പാതയുടെ നിർമ്മാണം. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അമ്പാട്ടുകാവ് റെയിൽവേ തുരങ്കപാതയ്ക്ക് അനുമതി ലഭിച്ചത്. കൊട്ടിയാഘോഷിച്ച് ഒരു തറക്കല്ലിട്ടു. ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പോയവരാരും പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല. റെയിൽവേ തുരങ്കപാത നിർമ്മാണത്തിനായി ചൂർണിക്കര പഞ്ചായത്ത് 63.80 ലക്ഷം രൂപ മുൻകൂറായി നൽകിയിരുന്നു. പ്രാരംഭ ചിലവുകൾക്കായി അടച്ച തുക കൂടാതെ 1 കോടി രൂപയാണ് മുൻ MP ഇന്നസെന്റ് തറക്കല്ലിട്ടപ്പോൾ പ്രഖ്യാപിച്ചത്. പക്ഷെ നിർമ്മാണം മാത്രം നടന്നില്ല. തുരങ്കമില്ലാത്തതിന്റെ പേരിൽ ഒത്തിരി പേരെ കയ്യും കാലും ഓടിച്ചിട്ടുണ്ട്, മരണവും നടന്നിട്ടുണ്ട്. ഈ തുരങ്കം വരാൻ വേണ്ടി ഒത്തിരി കാലം ഈ പഞ്ചായത്തുമായിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഇവിടുത്തെ നാട്ടുകാർ. പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടുകയാണെങ്കിൽ നാട്ടുകാർക്ക് ഒരു ഗുണമായിരുന്നു. കുറെ മരണം ഒഴിവാക്കുക, അപകടം ഒഴിവാക്കുക. ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിനെ കീറിമുറിച്ച് ദേശീയപാതയും റെയിൽവേ ട്രാക്കും ഒരേ ദിശയിൽ പോയതോടെയാണ് തുരങ്കപാത ആവശ്യം ഉയർന്നത്. സാഹസിക യാത്ര ഒഴിവാക്കുകയായിരുന്നു ലക്ഷ്യം. അതിന് സാധ്യമാകുമോ എന്ന് അറിയില്ല. ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ വലിയ ഉപകാരമാണ്. എന്നുവെച്ചാൽ വണ്ടി കയറി ചാവാണ്ട് അതിൻ്റെ അടിയാപ്പെങ്കിലും പോകാമല്ലോ. അപ്പോൾ വണ്ടി തന്നെ വേണ്ട. അതാണ് പറഞ്ഞത്. ഇപ്പോൾ കണ്ണൂരിനും ഇച്ചിരി വെട്ടക്കുറവുണ്ട്, ഇച്ചിരി ചെവിക്കും ഇച്ചിരി പദമുണ്ട്. അപ്പോൾ വണ്ടി ഒന്നും കേൾക്കില്ല. അപ്പോൾ ഒരു സ്വരൂപ്പ് ഏറ്റവും വരികയാണെങ്കിൽ നല്ല കാര്യമാണ്. തുരങ്കപാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ ഇനിയും കാത്തിരിപ്പ് തുടരാൻ ജനങ്ങൾ തയ്യാറാണ്. പദ്ധതി ഉപേക്ഷിക്കരുതെന്ന ആവശ്യം മാത്രമാണ് അവർക്കുള്ളത്. ഇലക്ഷൻ അടുത്തിരിക്കുമ്പോൾ വീണ്ടും ചർച്ചയായി അമ്പാട്ടുകാവ് റെയിൽവേ തുരങ്കപാത. 2017 ജനുവരി 4 നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ ഈ തുരങ്കപാതയുടെ നിർമ്മാണം ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ക്യാമറമാൻ സജിലിനൊപ്പം ശ്രീലക്ഷ്മി ബി പിള്ളை, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.